പിന്നെ ഈ കൊല്ലം കൊല്ലം ഈ ക്യാമ്പിലേക്ക് വരലാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ, ഞങ്ങളെ മാറ്റണമല്ലോ കുട്ടികൾ. അപ്പം അതിനുള്ള സ്ഥലം നോക്കുന്നുണ്ട് അവർ. ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒക്കെ ആവും, പക്ഷെ നമുക്ക് സൗകര്യമില്ല. അത് കാരണം അവർ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് താമസം മാറ്റി. ഇച്ചിരി വെള്ളം ചൂടാക്കി കുളിക്കാനോ ഒന്നും പറ്റൂലല്ലോ, ഈ പച്ചവെള്ളത്തിലല്ലേ കുളിയൊക്കെ. ഈ വെള്ളവും മഴയും എല്ലാം ചെളിയും വെള്ളവും എല്ലാം കൂടി വന്ന് അടിച്ച് വീട് ഇങ്ങനെ ചെരിഞ്ഞോടുകൂടി പിള്ളേർ കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തിടുന്ന് ഓടിപ്പോയി. എനിക്ക് ഒരു സാധനം എടുക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാവരും വന്ന് എല്ലാം പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയി. വീട്ടിലേക്ക് താരം വന്നിട്ടില്ല, വേറൊരു വഴിയില്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്ന് വന്നിട്ട് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി മക്കളെ. ഇന്നലെ ഇന്നൊക്കെ ഇവിടെ കിടക്കണമായിരുന്നു. നമസ്കാരം കേരള. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് MA അബൂബക്കർ സ്കൂളിന് മുന്നിലാണ്. ഇവിടെ ഏകദേശം ഒരാഴ്ചയായി 33 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ട് ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ പെരുമഴയിൽ ഒലിച്ചുപോയതിൻ്റെ വേദനയിലും കണ്ണീരിലുമാണ് ഓരോരുത്തരും കഴിച്ചുകൂടുന്നത്. ഓരോ മഴ പെയ്തു തോരുമ്പോഴും കേരളം ഭീതിയിൽ ആഴുകയാണ്. എപ്പോൾ വെള്ളം പൊങ്ങിയാലും ക്യാമ്പുകളിൽ കഴിച്ചുകൂട്ടുന്ന 33 കുടുംബങ്ങൾ ഈ ക്യാമ്പിലുമുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ഹരിദാസ്. എപ്പോഴേ ക്യാമ്പിലേക്ക് മാറി? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാറിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ക്യാമ്പിലാണ്. ഒരാഴ്ചയാവും. ആണോ? ഒരാഴ്ചയാവും. പിന്നെ ഈ കൊല്ലം കൊല്ലം ഈ ക്യാമ്പിലേക്ക് വരലാണ്. പിന്നെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ ശരിയായിട്ട് അതൊക്കെ ഇപ്പം ഈ ഇലക്ഷനൊക്കെ ആയ കാരണം ഒന്നും ആയില്ല. ഈ മഴക്കാലം കഴിഞ്ഞാൽ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. എന്താ ചേട്ടന് സുഖമില്ലേ? എന്താ പറ്റിയ? ജനത്തിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ലെൻസിനൊന്നും റിമൂവ് ചെയ്ത് പറഞ്ഞത്. അപ്പം മരുന്നോ? ആ മരുന്നൊക്കെ. അപ്പം ഭക്ഷണമൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ക്യാമ്പിൽ അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുണ്ട്. ഡോക്ടർമാർ ഡെയിലി വന്നു പോകുന്നു, ഡെയിലി വരും. പിന്നെ എല്ലാവരും ചെക്കപ്പ് കഴിഞ്ഞ് മരുന്നൊക്കെ വന്നിട്ട് പോകും. എല്ലാ വർഷവും ഇങ്ങനെ അവിടെ എല്ലാ വർഷവും ഞങ്ങളിപ്പോൾ 10 കൊല്ലം മേലായി ഈ ക്യാമ്പിലേക്ക് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ ചേച്ചി പേര്? എൻ്റെ പേര് രമ. എവിടെ വീട്? എൻ്റെ വീട് കിരേരുമല അവിടെയാണ്. അപ്പം ഞങ്ങൾ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ ഇത് ഒരാഴ്ചയായോ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മഴ സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ ഞങ്ങളെ ക്യാമ്പിലോട്ട് മാറ്റിയവർ. വൈകുന്നേരം 5 മണിയോടുകൂടി MHSലായിരുന്നു മാറ്റിയത്. അവിടെ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമായപ്പോഴത്തേക്കും പിന്നെ അവർ ഇവിടെ ഇപ്പോൾ സേഫാണ്, ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ സർക്കാർ എന്തെങ്കിലും സഹായം പറഞ്ഞിട്ടുണ്ടോ? സർക്കാർ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്, പിന്നെ പെര പണിതിട്ടില്ല. അതിന് കുറച്ച് ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നപ്പം കാലതാമസം ആയതാണെന്നാണ് പറയണത്. അപ്പം പെരയൊക്കെ പണിയുന്നവരെ അവർ സ്ഥലം താമസിക്കാൻ ഒരു സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും കളക്ടറൊക്കെ വന്നിട്ട്. ഇവിടെ വില്ലേജ് ഓഫീസറും കളക്ടറൊക്കെ വന്ന് സന്ദർശിച്ചായിരുന്നു? ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇവിടെ ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ, ഞങ്ങളെ മാറ്റണമല്ലോ കുട്ടികൾ. അപ്പം അതിനുള്ള സ്ഥലം നോക്കുന്നുണ്ട് അവർ. കുട്ടികളുടെ കാര്യമൊക്കെ? കുട്ടികളുടെ കാര്യം ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന മോളുടെ വെച്ച കാരണം 3ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകാനൊക്കെ ഒരു സ്ഥലം, അതുപോലുള്ളൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ സുഖമില്ലാത്തതാണ്, ആൾക്കും സുഖമില്ലാതൊക്കെ ഇരിക്കണം. അപ്പോൾ അതിനനുസരിച്ചൊരു ഇതിപ്പം ഓപ്പണായിട്ട് എന്താ ചെയ്യുക, ഇപ്പോൾ ഓപ്പണായിട്ട് ഇരിക്കുക. സർജറിയൊക്കെ കഴിഞ്ഞേക്കണതാണ്. ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒക്കെ ആവും, പക്ഷെ നമുക്ക് സൗകര്യമില്ല. അത് കാരണം അവർ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് താമസം മാറ്റി. പിന്നെ അവിടെ അതുപോലത്തെ ഞങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് താഴെ മരമൊക്കെ പോയി 30 അടി മുകളിൽ നിന്ന് വീണു. പിന്നെ നമുക്ക് രാത്രിയൊന്നും അവിടെ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാറന്മാർ പറഞ്ഞതനുസരിച്ച് ഇങ്ങോട്ട് പോകുന്നു. അമ്മേൻ്റെ പേരെന്താ? എൻ്റെ മണിയമ്മ. മണിയമ്മയുടെ വീട് എവിടെയാ? കിരേരുമലയിൽ. എന്നിട്ട് വീടിനിപ്പോൾ എന്താ പറ്റിയേ? വീടിനൊന്നും പറ്റിയിട്ടില്ല, അരികെ മണ്ണിടിഞ്ഞു. അപ്പൊ അവിടെ ഇനി നിക്കാൻ പറ്റില്ല അല്ലേ? നിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഇങ്ങനെ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ മാറി താമസിക്കും. അല്ലാണ്ട് സർക്കാർ എന്തെങ്കിലും സഹായം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും വീടുകൾ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ഥലം 3 സെന്റ് സ്ഥലമൊക്കെ വാഗ്ദാനം ചെയ്തായിരുന്നു, അതൊക്കെ കിട്ടും. ഇവിടെ ഇപ്പൊ ക്യാമ്പിൽ വന്നിട്ട് എത്ര ദിവസമായി? 7 ദിവസമായോ? ഇവിടെ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കിട്ടുന്നത്? കുഴപ്പമില്ല, ഇവിടെ സേഫ് ആണ് അല്ലേ? അതെ. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? തണുപ്പല്ലേ, വയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് തണുപ്പ്
പിന്നെ പുറം വേദന, കാലുമ്പ നീര്. വീട്ടിൽ പോയിട്ട് നമ്മൾ വീട്ടിൽ പോകണില്ലല്ലോ. ഇച്ചിരി വെള്ളം ചൂടാക്കി കുളിക്കാനോ ഒന്നും പറ്റൂലല്ലോ. ഈ പച്ചവെള്ളത്തിലല്ലേ കുളിയൊക്കെ. അമ്മേൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ വീട്ടിൽ നിന്ന്? വീട്ടിൽ മരുമകളും മോനുണ്ട്, അവൻ്റെ ഭാര്യ, ഒരു കൊച്ചും. അവർ തൃശ്ശൂരാണ്. അവരിപ്പോൾ ഇവിടെ ഇല്ല. മോനുണ്ട്, പണിക്ക് പോയേക്കുക. മോളും മരുമോള് വരും. അവരുടെ അച്ഛൻ മരിച്ചുകൊണ്ട് ഇനി ആരെന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. മോളിൽ നിന്ന് മഴവെള്ളം വന്നിട്ട് ഭിത്തി വാള് കെട്ടിയിട്ടുണ്ടായി. ആ വാള് വന്ന് എൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞ് നിന്നിട്ട് വീടാകെ തകർന്നു. എനിക്ക് 2 മക്കളായ, ഞങ്ങൾ 8 പേര് താമസിക്കുന്ന വീടാണ്. 3 വയസ്സായൊരു കൊച്ചുണ്ട്, 1.5 വയസ്സായൊരു കൊച്ചുണ്ട്. അവരൊക്കെ 2 പിള്ളേരും വീട്ടിൽ കിടന്ന് ഉറങ്ങണമായിരുന്നു. ഞാനുണ്ടായാലും ഞാൻ ജോലിക്ക് പോയിക്കണേന്ന്. ഈ വെള്ളവും മഴയും എല്ലാം, ചെളിയും വെള്ളവും എല്ലാം കൂടി വന്ന് അടിച്ച് വീണ് വീട് ഇങ്ങനെ ചെരിഞ്ഞോടുകൂടി പിള്ളേർ കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തിടുന്ന് ഓടിപ്പോയി. എനിക്കൊരു സാധനം എടുക്കാൻ പറ്റിയിരുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കണതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ മഴ വന്ന് ഇങ്ങനെ ഒരു അതുണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും വലിയ വാള് വാർത്തിരിക്കണമല്ലേ, ഇതിങ്ങനെ മരുവെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. അതിൻ്റെ മേളിൽ തന്നെ നേരെ 3 വീടുണ്ട്. ഈ വീട് ആയിട്ട് ഇരിക്കണേ ഇപ്പം അത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, ഇതുപോലെ തന്നെ വിട്ടിരിക്കണേന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് മോളിൽ നിന്നൊക്കെ വെള്ളം വരുമെങ്കിൽ ഇത്രയും വെള്ളം അങ്ങനെ വരാറുണ്ടായില്ല. ഇതിപ്പോൾ മേളിൽ നിന്ന് മുതൽ വെള്ളം വന്നത് ഇപ്പോൾ പിള്ളേർ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വന്ന് പെട്ടെന്ന് ഇവർ ഒച്ച കേട്ട് പുറത്തിറങ്ങിയപ്പോൾ മിറ്റത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റാണ്ടായില്ല. വെള്ളം അതിന് മാത്രം വെള്ളമായിരുന്നു. പിന്നെ വീടിൻ്റെ മതിൽ ഇങ്ങോട്ട് വന്നിട്ട് മതിൽ വന്ന് പെരയിലേക്ക് ഇങ്ങനെ വന്ന് ഇടിഞ്ഞിട്ട് പെര ആകെ പൊട്ടിപ്പോയി. ഞങ്ങൾക്ക് അകത്ത് കയറാനോ ഒരു സാധനങ്ങളെടുത്ത് മാറ്റാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റണില്ല. ഇപ്പോൾ ഇന്നലെ 3 ദിവസമായി ഞങ്ങൾ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആരും അങ്ങ് വന്നൊന്നും ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ വാർഡ് മെമ്പർ അങ്ങനെ അവരും വന്ന് കളക്ട്രേറ്റ് സാറ് വന്ന് എല്ലാവരും വന്ന് എല്ലാം പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയി. വീട്ടിലേക്ക് താരം വന്നിട്ടില്ല. വേറൊരു വഴിയില്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്ന് വന്നിട്ട് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി മക്കളെ. ഇന്നലെ ഇന്നൊക്കെ ഇവിടെ കിടക്കണമായിരുന്നു. കൊച്ചുങ്ങളെ കിട്ടി പുറത്ത് കിടക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. പക്ഷെ പിള്ളേർ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇത്രയും ഈ വാളാണെന്ന് വിചാരിച്ചില്ല. വീടിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുക്കള കൂട്ടിയെടുത്തന്നെ. പക്ഷെ അതാണ് മറിഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വലിയ സംഭവമാണ് വന്നേക്കണം. ഈ വാള് മറിഞ്ഞ് വീഴുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമാണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത്. ചേച്ചി, ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര കുടുംബങ്ങളാണുള്ളത്? അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയാണല്ലോ നോക്കി നടത്തുന്നത്, ആശാ വർക്കർ എന്ന നിലയിൽ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ ഈ ക്യാമ്പിൽ ഞങ്ങൾ വന്നപ്പോൾ 10 കുടുംബമായിരുന്നു. അതായത് ഞങ്ങളുടെ ഒരു വാർഡിലുള്ള 13-ാം വാർഡിൽ 10 കുടുംബം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു ദിവസം രാത്രി എടച്ചിറയിൽ നിന്നൊരു ഫാമിലി വന്നു. ഇന്നലെ ഒരു ഫാമിലി വന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരു 4 പെൺകുട്ടികളും കൂടി വന്നു. ഇപ്പം ഞങ്ങൾക്ക് 13 ഫാമിലി ആക്കി 33 പേരോളം ഉണ്ട്. അപ്പോൾ ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ നമ്മുടെ കൗൺസിലർ തന്നെ, കൗൺസിലറുടെ മുനിസിപ്പാലിറ്റിയുടെ അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് 4 നേരം ചായയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ചേച്ചിയാണല്ലോ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതുപോലെ തന്നെ ചേച്ചിയും ഈ കുടുംബത്തിലെ ഒരാളാണല്ലോ. അപ്പോൾ അത് എന്തായിരുന്നു ചേച്ചീൻ്റെ വീടിന് എന്താ പറ്റിയത്? ഞങ്ങൾ 2018 ഒരു ക്യാമ്പിൽ തന്നെയാണ്. എനിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയ വീട് സ്ഥലവുമാണത്. അപ്പം നമ്മുടെ വീടിൻ്റെ മണ്ണിടിഞ്ഞ് സെപ്റ്റിക് ടാങ്കൊക്കെ ഒരു ചെരിവ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2022 ബൈ ഇലക്ഷൻ്റെ സമയത്ത് എൻ്റെ വീട് കത്തിപ്പോയായിരുന്നു. അത് ആരോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായിരുന്നു. വീട് ഫുള്ളും കത്തി നാശം ആയിപ്പോയായിരുന്നു. പിന്നെ ഞാൻ അവിടെ താമസിച്ചില്ല. പിന്നെ ഞാൻ വാടകയ്ക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞ് കളക്ടറൊക്കെ ഇടപെട്ട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ 13 കുടുംബത്തിനും വാടക തരാമെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ചെയർപേഴ്സണായ അജിത തങ്കപ്പനും അതിനായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് വാടക തരാമെന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും 13 കുടുംബത്തിലെല്ലാവരും തന്നെ മാറി താമസിച്ചു. അത് കഴിഞ്ഞ് അതൊരു ജൂലൈയിലായിരുന്നു. ജൂലൈയിലെ വാടക തന്നു, ആഗസ്റ്റിലെ വാടക തന്നു, സെപ്റ്റംബറിലെ വാടക, അങ്ങനെ 3 മാസത്തെ വാടക തന്നു.
ഒക്ടോബർ ആയപ്പോൾ ഒരു വാടക തന്നില്ല. അപ്പം അപ്പോൾ 8 കുടുംബമാണ് വാടകയ്ക്ക് പോയത്. അപ്പം നമ്മൾ ഈ 8 കുടുംബങ്ങളും ഇങ്ങനെ വാടക കിട്ടണില്ലാന്ന് നമ്മൾ നിരന്തരം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ പറഞ്ഞ് തരില്ല. അങ്ങനെ ഞങ്ങൾ കുറേ സമരങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുവരെ, മുനിസിപ്പാലിറ്റിയുടെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുവരെ ഞങ്ങളെ നീക്കി. അങ്ങനെ അതിനൊക്കെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ രോഗികളടക്കമുണ്ട്, വയസ്സായവർ. അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മിപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ക്യാമ്പിലെത്തിയത്. വെള്ളിയാഴ്ച അന്ന് തന്നെ നമ്മുടെ കാക്കനാട് FHSCയുടെ HI സാറ് നമ്മുടെ ക്യാമ്പിലെത്തി ഡീറ്റെയിൽസൊക്കെ എടുത്തു. രാവിലെ തന്നെ UPHSCയുടെ മേഘന മേഡവും സിസ്റ്റർമാരെല്ലാവരും ഫുൾ മെഡിസിനായിട്ട് വന്നു. എല്ലാവരും നോക്കി അത്യാവശ്യം വേണ്ട എല്ലാ മരുന്നുകളൊക്കെ കൊടുത്തു. പിന്നെ വെള്ളിയാഴ്ച ഇപ്പം നമ്മൾ അപ്പുറത്തൊരു ക്യാമ്പിലായിരുന്നു, അവിടെ വെള്ളം ചോരണ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പിലേക്ക് വന്നു. ശനിയാഴ്ച മേഡം അവരെല്ലാവരും വന്നു. പിന്നെ ഇന്ന് വരെ മെഡിസിൻ എല്ലാവർക്കും ഇത് കൊടുത്തു. പെയ്തൊഴിയാത്ത ഈ ദുരിതപ്പെയ്ത്തിനു മുന്നിൽ നിസ്സഹായരായ ഈ ജനങ്ങളുടെ കണ്ണീർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്.